വാളയാർ ചാവടിയിൽ തൃശൂർ സ്വദേശിയുടെ കാർ തടഞ്ഞു നിർത്തി 1.5 കിലോ സ്വർണവും പണവും കവർന്നു. പാലക്കൽ ജ്വല്ലറി ഉടമ ജോയ്സൺ സഞ്ചരിച്ചിരുന്ന കാർ തടഞ്ഞു നിർത്തിയാണ് കവർച്ച നടത്തിയത്. ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ അനസ്തേഷ്യ നൽകിയതിനെ തുടർന്ന് യുവാവ് മരിച്ച സംഭവം അന്വേഷണത്തിന് ജില്ലാ കളക്ടർ ഉത്തരവിട്ടു. ഡിഎംഒയോട് അന്വേഷിച്ച റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശം. മൃതദേഹം വിറ്റെടുക്കാതെ ബന്ധുക്കൾ. മാള അഷ്ടമിച്ചിറയിൽ 4 ആടുകൾ അജ്ഞാത ജീവി കടിച്ചുകൊന്നു. പുളിയിലക്കുന്ന വെള്ളാനി ആനിയുടെ വീട്ടിലെ ആടുകളെയാണ് അജ്ഞാത ജീവി കടിച്ചുകൊന്നത്. ദേശീയപാത പുതുക്കാട് സിഗ്നലിൽ നിർത്തിയിട്ടിരുന്ന മിനി വാനിന് പുറകിൽ ലോറി ഇടിച്ചു കയറിയ അപകടം. കല്ലൂരിൽ അപകട വളവിൽ നിയന്ത്രണം വിട്ട കാർ കാനയിലേക്ക് മറിഞ്ഞു. ദേശമംഗലം തലശ്ശേരിയിൽ പാർസൽ വാഹനം മതിലിടിച്ചു മറിഞ്ഞു. ചേലക്കര എളനാട് വീണ്ടും കാട്ടാനയിറങ്ങി വ്യാപക കൃഷിനാശം. വാഴകളും തെങ്ങുകളുമാണ് കാട്ടാനക്കൂട്ടം നശിപ്പിച്ചത്. സംസ്ഥാനത്ത് മഴ കനക്കുന്നു. തൃശൂരിൽ നിന്ന് ഓറഞ്ച് അലർട്ട്. മഴ കനത്തതോടെ ഗുരുവായൂരിൽ വെള്ളക്കെട്ട് രൂക്ഷമായി. നമസ്കാരം. വിശദമായ വാർത്തയിലേക്ക്. വാളയാർ ചാവടിയിൽ തൃശൂർ സ്വദേശിയുടെ കാർ തടഞ്ഞു നിർത്തി 1.5 കിലോ സ്വർണവും പണവും കവർന്നു. പാലക്കൽ പുല്ലൂക്കാരൻ ജോയ്സനും സഹായിയും സഞ്ചരിച്ചിരുന്ന കാറാണ് 4-അംഗ സംഘം തടഞ്ഞ് കവർച്ച നടത്തിയത്. ചെന്നൈയിൽ നിന്ന് കാർ മാർഗം കൊണ്ടുവന്ന സ്വർണ്ണക്കട്ടയും 60,000 രൂപയുമാണ് അക്രമികൾ കവർന്നത്. ജ്വല്ലറി ഉടമയായി ജോയ്സൺ സഞ്ചരിച്ചിരുന്ന കാറിന് കുറുകെ ലോറിയിട്ട ശേഷം കാറിനകത്ത് തള്ളിക്കയറി അക്രമികൾ ഇരുവരെയും കത്തികാട്ടി ഭീഷണിപ്പെടുത്തുകയായിരുന്നു. തുടർന്ന് കാർ അടക്കമാണ് തട്ടിക്കൊണ്ടുപോയത്. ജോയ്സനെയും സഹായിയെയും സംഭവസ്ഥലത്ത് 3 കിലോമീറ്റർ അകലെ വെച്ച് പുറത്തേക്ക് തള്ളിയിട്ടു. ചാവടി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ അനസ്തേഷ്യ നൽകിയതിനെ തുടർന്ന് യുവാവ് മരിച്ച സംഭവത്തിൽ അന്വേഷണത്തിന് ജില്ലാ കളക്ടർ ഉത്തരവിട്ടു. ജില്ലാ മെഡിക്കൽ ഓഫീസറോട് അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ ജില്ലാ കളക്ടർ ചുമതലപ്പെടുത്തി. കളക്ടർ സ്ഥലത്തെത്തി കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കുമെന്ന ഉറപ്പ് ലഭിച്ചാൽ മാത്രമേ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾ ഏറ്റുവാങ്ങുകയുള്ളൂ എന്നറിയിച്ചതോടെയാണ് കളക്ടർ അന്വേഷണത്തിന് ഉത്തരവിട്ടത്. അതേസമയം സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തു. കുറ്റിച്ചിറ വൈലാത്രയിലെ സിനീഷാണ് വെള്ളിയാഴ്ച മരിച്ചത്. ശ്രീകേഷ് വെള്ളാനിക്കര വിവരങ്ങളുമായി ചേരുന്നു. ശ്രീകേഷ്, മരിച്ച സിനീഷിന്റെ മൃതദേഹം ഏറ്റെടുക്കാൻ കഴിയില്ല എന്നൊരു രീതിയിലേക്കാണ് ബന്ധുക്കൾ രാവിലെ എത്തിയിരുന്നത്. കളക്ടർ കൃത്യമായൊരു നടപടി ഇതുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കണം എന്നൊരു ആവശ്യം അവർ ഉന്നയിച്ചിരുന്നു. ഇപ്പോൾ ഡിഎംഒയുടെ അന്വേഷിച്ച റിപ്പോർട്ട് സമർപ്പിക്കാൻ കളക്ടർ ഉത്തരവിട്ടിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ബന്ധുക്കളുടെ ഒരു നിലപാട്? അതേസമയം പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചോ? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ചാലക്കുടിയിൽ അനസ്തേഷ്യ നൽകിയ രോഗി മരിച്ച സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ടാണ് മുളകുന്നത്തുകാവ് മെഡിക്കൽ കോളേജ് മോർച്ചറിക്ക് മുന്നിൽ ബന്ധുക്കളും നാട്ടുകാരും പ്രതിഷേധിച്ചത്. ഇപ്പോഴും പ്രതിഷേധം തുടരുകയാണ്. ജില്ലാ കളക്ടർ സ്ഥലത്തെത്തി ഉറപ്പ് നൽകിയാൽ മാത്രമേ മൃതദേഹം ഏറ്റെടുക്കുകയുള്ളൂ എന്ന് ഇവർ പ്രതിഷേധിച്ചിരുന്നു. ഇതേ തുടർന്ന് മരണത്തിന്റെ നിജസ്ഥിതി അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ ഡിഎംഒയെ ചുമതലപ്പെടുത്തിയതായി കളക്ടർ അർജുൻ പാണ്ഡ്യൻ അറിയിച്ചു. ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ ഹെർണിയ ശസ്ത്രക്രിയയ്ക്ക് അനസ്തേഷ്യ നൽകിയ കുറ്റിച്ചിറ വൈലാത്തറ വാവൽത്തൻ വീട്ടിൽ സിദ്ധാർത്ഥന്റെ മകൻ 33 വയസ്സുള്ള സിനീഷാണ് കഴിഞ്ഞ ദിവസം മരിച്ചത്. അനസ്തേഷ്യ നൽകിയതോടെ യുവാവ് അസ്വസ്ഥനാകുകയും തുടർന്ന് ഹൃദയാഘാതം സംഭവിക്കുകയുമായിരുന്നു. ബന്ധുക്കൾ ചാലക്കുടി സെന്റ് ജെയിംസ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. അനസ്തേഷ്യ കൊടുത്തതിന്റെ അപാകതയാണ് മരണകാരണമെന്ന് ബന്ധുക്കൾ ആരോപിച്ചിരുന്നു. ഇന്ന് സിനീഷിന്റെ പോസ്റ്റ്മോർട്ടം നടന്ന തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിക്ക് മുന്നിൽ ബന്ധുക്കൾ പ്രതിഷേധിച്ചു. അവർ പറഞ്ഞത് കളക്ടർ എത്തണം, അതുപോലെ തന്നെ ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ നേതൃത്വം നൽകിയ ഫോറൻസിക് എച്ച്ഒഡി ഡോക്ടർ ഉന്മേഷും ഒരു നിലപാടെടുത്തു. അതായത് പോസ്റ്റ്മോർട്ടം നടത്തുമ്പോൾ അത് വീഡിയോ ചിത്രീകരിക്കണം. അതുകൊണ്ട് തന്നെ പോസ്റ്റ്മോർട്ടം ആരംഭിക്കാൻ വൈകി. തുടർന്ന് ബന്ധുക്കളും കളക്ടർ എത്തണം, അല്ലെങ്കിൽ കൃത്യമായ ഒരു നടപടി വേണം, അത്തരത്തിലൊരു പ്രഖ്യാപനം വന്നാൽ മാത്രമേ സമരം അവസാനിപ്പിക്കുകയുള്ളൂ എന്ന നിലപാടെത്തി. ഇതേ തുടർന്നാണ് അന്വേഷണത്തിനായി ഡിഎംഒയെ ചുമതലപ്പെടുത്തിയത്. ഡിഎംഒ സ്ഥലത്തെത്തി സമരക്കാരോട് സംസാരിച്ചെങ്കിലും
നടപടി വേണം, അതായത് സസ്പെൻഡ് ചെയ്യണം, അന്വേഷണ വിധേയമായി കുറ്റക്കാരെ സസ്പെൻഡ് ചെയ്തിട്ട് വേണം അന്വേഷണം നടത്താൻ എന്നൊരു നിലപാടെടുത്തു. ഇതേ തുടർന്ന് അല്പസമയത്തിനകം സബ് കളക്ടർ എത്തും, അജിൽ ബി മേനോൻ. അദ്ദേഹവുമായി ചർച്ച നടത്തിയ ശേഷമാണ് ഒരു നടപടി ഉണ്ടായാൽ മാത്രമേ മൃതദേഹം ഏറ്റെടുക്കുന്ന കാര്യത്തിൽ തീരുമാനമുണ്ടാകുകയുള്ളൂ എന്നാണ് ഇപ്പോൾ ബന്ധുക്കൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ശരി, ശ്രീകേഷ്, വിവരങ്ങൾ നൽകിയതിന്. അനസ്തേഷ്യ നൽകിയതിനെ തുടർന്ന് യുവാവ് മരിച്ച സംഭവത്തിൽ യുവാവിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം ഏറ്റുവാങ്ങില്ല എന്ന രീതിയിലേക്കാണ് ബന്ധുക്കൾ എത്തിയിരിക്കുന്നത്. കുറ്റക്കാർക്കെതിരെ കൃത്യമായ നടപടി ഉണ്ടാകണം, അത് കളക്ടർ നേരിട്ടെത്തി അത് ഉറപ്പ് നൽകണം എന്നുള്ള ഒരാവശ്യമാണ് ബന്ധുക്കൾ ഉന്നയിച്ചിരിക്കുന്നത്. അതിനുശേഷം മാത്രം മൃതദേഹം ഏറ്റുവാങ്ങുകയുള്ളൂ എന്ന തീരുമാനത്തിലാണ് ബന്ധുക്കൾ. ഈ ഒരു സംഭവം ഉണ്ടായതിനു ശേഷം ജില്ലാ കളക്ടർ ഉത്തരവിട്ടിരുന്നു. DMOയോട് അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ ജില്ലാ കളക്ടർ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഏതായാലും പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ഏറ്റുവാങ്ങുന്ന കാര്യത്തിൽ ഇപ്പോൾ അസിസ്റ്റന്റ് കളക്ടർ എത്തിയതിനു ശേഷം ഉചിതമായ നടപടി ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. വിവരങ്ങളാണ് ശ്രീകേഷ് വെള്ളാനിക്കര നൽകിയത്. മറ്റു വാർത്തയിലേക്ക്. മാള അഷ്ടമിച്ചിറയിൽ പുളിയിലക്കുന്നിൽ ആടുകളെ അജ്ഞാത ജീവി കടിച്ചുകൊന്നു. കൂട് പൊളിച്ച് അകത്ത് കിടന്ന ജീവി ആടുകളിൽ ഒരെണ്ണത്തിനെ ഭാഗികമായി ഭക്ഷിച്ചു. വെള്ളാനി ആനയുടെ വീട്ടിലെ ആടുകളെയാണ് ആക്രമിച്ചത്. ഇവർക്ക് 3 കൂടുകളായി 12 ആടുകളാണ് ഉണ്ടായിരുന്നത്. ഇതിൽ ഒരു കൂട്ടിലെ ആടുകളാണ് കൊലപ്പെടുത്തിയത്. വനംവകുപ്പ് അധികൃതർ സ്ഥലം സന്ദർശിച്ചു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൂടെ മാത്രമേ ഏത് തരത്തിലുള്ള ജീവിയാണെന്ന് തിരിച്ചറിയാൻ കഴിയൂവെന്ന് വനംവകുപ്പ് അധികൃതർ പറഞ്ഞു. ദേശീയപാത പുതുക്കാട് സിഗ്നലിൽ നിർത്തിയിട്ടിരുന്ന മിനി വാനിന് പുറകിൽ ലോറി ഇടിച്ചു കയറിയ അപകടം. അപകടത്തിൽ ആർക്കും പരിക്കില്ല. തിരുവനന്തപുരത്ത് നിന്നും പാലക്കാട്ടേക്ക് പോവുകയായിരുന്ന വാനിന് പിന്നിൽ നിയന്ത്രണം വിട്ട ലോറി ഇടിക്കുകയായിരുന്നു. അങ്കമാലിയിൽ നിന്നും പട്ടിക്കാട് പോവുകയായിരുന്നു ലോറി. അപകടത്തെ തുടർന്ന് ദേശീയപാതയിൽ അരമണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു. പുതുക്കാട് പോലീസ് സ്ഥലത്തെത്തിയിരുന്നു. കല്ലൂരിലെ അപകട വളവിൽ നിയന്ത്രണം വിട്ട കാർ കാനയിലേക്ക് മറിഞ്ഞു. ഡ്രൈവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. കല്ലൂർ നായരങ്ങാടി ഭാഗത്തു നിന്ന് വന്നിരുന്ന കാറാണ് നിയന്ത്രണം വിട്ട കാനയിലേക്ക് മറിഞ്ഞത്. റോഡിന്റെ അശാസ്ത്രീയതയാണ് അപകടങ്ങൾക്ക് കാരണമെന്ന ആക്ഷേപമുണ്ട്. നേരത്തെയുണ്ടായ അപകടത്തിൽ തകർന്ന കലുങ്കിന്റെ സംരക്ഷണ ഭിത്തി ഇതുവരെ പുനർനിർമ്മിച്ചിട്ടില്ല. കേന്ദ്ര റോഡ് ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച ജില്ലയിലെ ആദ്യത്തെ റോഡാണിത്. കൊടും വളവുള്ള ഈ ഭാഗത്ത് റോഡ് ചെരിഞ്ഞ രീതിയിൽ നിർമ്മിച്ചതാണ് അപകടങ്ങൾക്ക് കാരണമെന്ന ആക്ഷേപവുമുണ്ട്. റോഡിന്റെ അപാകത പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് തൃക്കൂർ പഞ്ചായത്ത് അംഗം സലീഷ് ചെമ്പാറ അധികൃതർക്ക് പരാതി നൽകിയെങ്കിലും യാതൊരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല. ദേശമംഗലം തലശ്ശേരിയിൽ പാഴ്സൽ വാഹനം മതിലിടിച്ചു മറിഞ്ഞ അപകടം. മലപ്പുറം തിരൂരിൽ നിന്നും വാഹനഭാഗങ്ങളുമായി പാലക്കാട്ടേക്ക് പോയിരുന്ന മിനി പാർസൽ വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. മഴയായതിനാൽ റോഡിൽ തെന്നിയതാണ് അപകട കാരണമെന്ന് ഡ്രൈവർ പറയുന്നു. പ്രദേശവാസിയുടെ മതിൽ ഭാഗികമായി തകർന്നിട്ടുണ്ട്. അപകടത്തിൽ ആർക്കും പരിക്കില്ല. ചെറുതുരുത്തി പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ചേലക്കര എളനാട് വീണ്ടും കാട്ടാന ഇറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചു. എളനാട് നീളം പള്ളിയാൽ കരിമാങ്കുഴി പ്രദേശത്താണ് കാട്ടാന ഇറങ്ങിയത്. കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് കാട്ടാന നാട്ടിലിറങ്ങി സ്വകാര്യ വ്യക്തികളുടെ കൃഷി നശിപ്പിച്ചത്. എളനാട് സ്വദേശി സുഗതന്റെ 20ഓളം വാഴകളും വിനോദിന്റെ 5 തെങ്ങുകളുമാണ് നശിപ്പിച്ചത്. മലയോര ഗ്രാമമായ എളനാട്ടിൽ വർദ്ധിച്ചുവരുന്ന കാട്ടാനയുടെ ആക്രമണം കാർഷിക വിളകൾക്കും ജീവനും ഭീഷണിയായിരിക്കുകയാണ്. ഇന്നലെ രാത്രി ആന ഇറങ്ങിയിരുന്നു. ആന ഇറങ്ങി പ്രദേശത്തെ വാഴകളും തെങ്ങുകളും കവുങ്ങുകളൊക്കെ നശിപ്പിച്ചു. 100-150ഓളം ആളുകൾ താമസിക്കുന്ന ഏരിയയാണ്. ആദ്യമായിട്ടാണ് ആന ഇറങ്ങുന്നത്. ഇവിടെ ഫോറസ്റ്റുകാർ ഫെൻസിലിംഗ് തുടങ്ങി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ തോന്നൂർക്കരയിൽ ഉദ്ഘാടനം ചെയ്തു എന്ന് അറിയാൻ കഴിഞ്ഞു. ഈ ആനകൾ വന്യമൃഗങ്ങൾ ഇറങ്ങുന്നതിനെതിരെ ശക്തമായ രീതിയിൽ ഫോറസ്റ്റുകാരും സർക്കാരും ഇതിന് തടയാനുള്ള എന്തെങ്കിലും സൗകര്യങ്ങൾ ഉണ്ടാക്കണമെന്ന് നാട്ടിലെ കർഷകരും സാധാരണ ജനങ്ങളും ഞങ്ങൾ. സംസ്ഥാനത്ത് മഴ കനക്കുന്നു. തൃശൂർ ഉൾപ്പെടെ 9 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ടാണ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിലും അതിതീവ്ര മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. തൃശൂരിൽ നാളെയും ഓറഞ്ച് അലർട്ടാണ്.
മഴ കനത്തതോടെ ഗുരുവായൂരിൽ വെള്ളക്കെട്ട് രൂക്ഷമായി. മമ്മിയൂർ കാട്ടുപാടം റോഡിലും കമ്പനിപ്പടി റോഡിലും മല്ലാട് ഓവുങ്ങൽ റോഡിലും വെള്ളക്കെട്ടിനെ തുടർന്ന് ഗതാഗതം സ്തംഭിച്ചു. ഇരുചക്ര വാഹനങ്ങൾക്കും ചെറുവാഹനങ്ങൾക്കും കടന്നുപോകാനാകാത്ത സ്ഥിതിയായി. വലിയ തോടും കാനകളും നിറഞ്ഞൊഴുകി. വെള്ളം കയറിയതിനെ തുടർന്ന് നിരവധി ഇരുചക്ര വാഹനങ്ങൾ കേടായി. മാണിക്കത്തുപടി, പേരകം, പുത്തമ്പള്ളി എന്നീ പ്രദേശങ്ങളിൽ ചെറുമഴ പെയ്യുമ്പോഴേക്കും റോഡുകൾ വെള്ളത്തിലാകും. കാനകൾ യഥാസമയം വൃത്തിയാക്കാത്തതും തോടുകളുടെ വീതി കുറഞ്ഞതുമാണ് വെള്ളക്കെട്ട് രൂക്ഷമാകാൻ കാരണമെന്ന് നാട്ടുകാർ പറഞ്ഞു. കലശമല ഇക്കോ ടൂറിസം കുന്നിൽ നിന്നുള്ള മണ്ണിടിച്ചിൽ ഭീഷണിയിലാണ് 20ഓളം കുടുംബങ്ങൾ. മഴ കനത്താൽ മാറി താമസിക്കണം എന്നുള്ള മുന്നറിയിപ്പ് ബോർഡ് പഞ്ചായത്ത് അധികൃതർ സ്ഥാപിച്ചു. പോർക്കുളം, ചൊവ്വന്നൂർ പഞ്ചായത്തുകളുടെ അതിർത്തിയായ ഈ ഭാഗത്ത് 3 വർഷം മുൻപ് റോഡ് നിർമ്മിച്ചിരുന്നു. റോഡിനോട് ചേർന്നുള്ള ഭാഗത്തെ വലിയ പാറയാണ് ഇപ്പോൾ അപകട ഭീഷണി ഉയർത്തുന്നത്. പാറയ്ക്കിടയിൽ വളർന്ന വലിയ മരം മൂലം ഏത് നിമിഷവും പാറ പൊട്ടി വീഴുമെന്ന ആശങ്കയിലാണ് നാട്ടുകാർ. ഈ ഭാഗത്ത് മണ്ണിടിയുന്നതും ആശങ്ക ഉയർത്തുന്നുണ്ട്. റോഡിന്റെ താഴ്ഭാഗത്തായി ചൊവ്വന്നൂർ പഞ്ചായത്തിലെ 3 സെന്റ് ഗ്രാമത്തിൽ 20ഓളം കുടുംബങ്ങളാണ് താമസിക്കുന്നത്. കഴിഞ്ഞ വർഷം ഈ ഭാഗത്ത് മണ്ണിടിഞ്ഞപ്പോൾ ജിയോളജി വകുപ്പ് അധികൃതർ സ്ഥലം സന്ദർശിച്ചിരുന്നു. ഈ ഭാഗത്ത് പാറയും മണ്ണും ഇടിഞ്ഞു വീഴാൻ സാധ്യതയുണ്ടെന്ന് ഉദ്യോഗസ്ഥർ വിലയിരുത്തിയിരുന്നു. എന്നാൽ വർഷമൊന്നു കഴിഞ്ഞിട്ടും നടപടികൾ ഉണ്ടായിട്ടില്ല. പാറ പൊളിച്ചു നീക്കി അപകട ഭീഷണി ഒഴിവാക്കണമെന്നും ഈ ഭാഗത്ത് സംരക്ഷണ ഭിത്തി നിർമ്മിച്ച് സുരക്ഷ ഉറപ്പാക്കണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. TCV ന്യൂസ്, കുന്നംകുളം. മണ്ണെടുത്ത അഗാധമായ കുഴിയിലേക്ക് ഓഫീസ് കെട്ടിടം ഇടിഞ്ഞു വീണതിനെ തുടർന്ന് ചാലക്കുടിയിലെ കോണ്ടിനന്റ് ഗ്രൂപ്പ് അക്കര ഷോപ്പിംഗ് കോംപ്ലക്സ് മാളിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നഗരസഭാ അധികൃതർ തടഞ്ഞുവച്ചു. മണ്ണിടിഞ്ഞുപോയ റോഡരികെ 50 മീറ്റർ ദൂരം അടിയന്തരമായി സുരക്ഷിതമാക്കണമെന്ന് നഗരസഭാ സെക്രട്ടറി നോട്ടീസിൽ നിർദ്ദേശം നൽകി. മണ്ണിടിഞ്ഞ മറ്റ് 3 ഭാഗങ്ങളിലും സുരക്ഷാ സംവിധാനം ഒരുക്കിയ ശേഷമേ മാളിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഇനി NOC നൽകുകയുള്ളൂവെന്ന് നഗരസഭ വ്യക്തമാക്കി. സൈറ്റ് ഓഫീസ് ഇടിഞ്ഞു വീണതിന്റെ 60 അടി താഴ്ചയിൽ ഉൾഭാഗത്ത് വൻതോതിൽ മണ്ണ് ഒലിച്ചുപോയിട്ടുണ്ട്. ഇതേ തുടർന്ന് സൗത്ത് ജംഗ്ഷൻ പോലീസ് സ്റ്റേഷൻ റോഡിൽ ചാലക്കുടി തഹസിൽദാർ ഗതാഗത നിയന്ത്രണം നിർദ്ദേശിച്ചു. എത്രയും വേഗം കോൺക്രീറ്റിംഗ് ചെയ്തില്ലെങ്കിൽ പൈലിംഗിനായി മണ്ണെടുത്ത 4 ഭാഗങ്ങളിലും വലിയ തോതിൽ മണ്ണിടിച്ചിൽ ഉണ്ടാകുമെന്നാണ് നാട്ടുകാർ പറയുന്നത്. സമീപത്തെ കെട്ടിടങ്ങളുടെ സുരക്ഷയ്ക്കും ഇത് ഭീഷണിയായിട്ടുണ്ട്. കുട്ടനെല്ലൂർ ഹൈലൈറ്റ് മാളിലെ ബർഗർ ഷോപ്പിലെ അടുക്കളയിൽ തീപിടുത്തം. അടുക്കളയിൽ സൂക്ഷിച്ചിരുന്ന എണ്ണയ്ക്കാണ് തീപിടിച്ചത്. ആളപായമില്ല. തീപിടുത്തത്തെ തുടർന്ന് മാളിലെ മുഴുവൻ ജീവനക്കാരെയും പുറത്താക്കിയിരുന്നു. ഫയർഫോഴ്സ് എത്തിയാണ് തീയണച്ചത്. ചെറുതുരുത്തി സെന്ററിൽ ഓടിക്കൊണ്ടിരുന്ന സ്കൂട്ടർ കത്തിനശിച്ചു. പാഞ്ഞാൾ സ്വദേശി സുബ്രഹ്മണ്യന്റെ സ്കൂട്ടറാണ് കത്തിനശിച്ചത്. പുക ഉയരുന്നത് കണ്ട് ബൈക്ക് നിർത്തിയിറങ്ങിയതിനാൽ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. അഗ്നിരക്ഷാ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി തീയണച്ചു. ചെറുതുരുത്തി പോലീസും സ്ഥലത്തെത്തിയിരുന്നു. നെല്ലിക്കുന്ന പള്ളിക്ക് സമീപം BSNL സ്ഥാപിച്ചിരുന്ന ജനറേറ്ററിന് തീപിടിച്ചു. ഫയർഫോഴ്സ് എത്തി തീയണച്ചു. സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ അരുൺകുമാറിന്റെ നേതൃത്വത്തിൽ ഫയർ റെസ്ക്യൂ ഓഫീസർമാരായ VV ജിമോദ്, B ദിനേശ്, യദു, ആദർശ്, സുധീഷ് എന്നിവർ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി. അത്താണി ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ടിൽ ശുചിമുറി സൗകര്യമില്ലാത്തത് ഇവിടേക്ക് എത്തുന്നവരെ വലയ്ക്കുന്നു. പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കാനുള്ള സൗകര്യം ഒരുക്കി നൽകണമെന്ന ആവശ്യം ശക്തം. പെൺകുട്ടികളടക്കം 100 കണക്കിന് പേരെത്തുന്ന അത്താണി ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ടിൽ പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കാനാവശ്യമായ സൗകര്യമില്ലാത്ത സ്ഥിതിയാണ്. തൃശൂർ താലൂക്കിന് കീഴിലെ ഡ്രൈവിംഗ് ടെസ്റ്റ് നടക്കുന്ന ഗ്രൗണ്ടിലാണ് ഈ ദുരവസ്ഥ. ഇത് അത്താണിയിലുള്ള ടെസ്റ്റ് ഗ്രൗണ്ടാണ്. ഞാനിവിടെ പരിശീലനത്തിന് വന്നതാണ്. ഇവിടെയാണെങ്കിൽ കുറേ പേര് ടെസ്റ്റ് ഡ്രൈവിനും പരിശീലനത്തിനും പിന്നെ എടുക്കാനൊക്കെ ആയിട്ട് കുറേ പെൺകുട്ടികളൊക്കെ വരുന്നതാണ്. ഇവിടെ ഒരു ബാത്റൂം സൗകര്യം ഇല്ല. പ്രത്യേകിച്ച് ലേഡീസ് ആകുമ്പോൾ ഒരു ബാത്റൂം ആവശ്യമാണല്ലോ. അതൊരു ബാത്റൂം സൗകര്യം റെഡിയാക്കി തരണമെന്ന് ഒരു അപേക്ഷയുണ്ട്. ഒരു ദിവസം 120-ലേറെ പേർ ഡ്രൈവിംഗ് ടെസ്റ്റിനായി ഈ ഗ്രൗണ്ടിലേക്ക് എത്തുന്നുണ്ട്. കൂടാതെ ഫിറ്റ്നസ് പരിശോധനയ്ക്കായി 100-ലേറെ വാഹനങ്ങളും റീടെസ്റ്റിനായി 50 വാഹനങ്ങളും ഡ്രൈവിംഗ് പരിശീലനത്തിനായി 60-ലേറെ പേരും ഇവിടേക്ക് എത്തുന്നു. ഇവരുടെ കൂടെ എത്തുന്നവരും
ഡ്രൈവിംഗ് വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളും പരിശീലകരുമടക്കം നിരവധി ആളുകൾ ഗ്രൗണ്ടിലേക്ക് എത്തുന്നുണ്ട്. ടെസ്റ്റിന് തന്നെ 150 പേരുടെ അടുത്ത് പെൺകുട്ടികളടക്കം വരുന്നുണ്ട്. അതുപോലെ തന്നെ ഫിറ്റ്നസിനും റീടെസ്റ്റിനും അതുപോലെ തന്നെ ഇവരുടെയൊക്കെ ഈ ഡ്രൈവിംഗ് പരിശീലിക്കാൻ വരുന്നവരുടെ കൂടെയുള്ള കുട്ടികൾ, ഡ്രൈവിംഗ് ടെസ്റ്റിന് വരുന്ന കുട്ടികളുടെ മാതാപിതാക്കൾ, ഇവരൊക്കെ ദിനം പ്രതി വരുന്ന ഒരു ടെസ്റ്റ് ഗ്രൗണ്ടാണ് ഇവിടെ. ഇവിടെ കാലങ്ങളായിട്ടുള്ളൊരു ആവശ്യം, ഇവിടെ ഒരു ബാത്റൂം ഇല്ല, നല്ല രീതിയിലുള്ളൊരു ബാത്റൂം ഇല്ല. ഈ ബാത്റൂം ഇപ്പോൾ ഇവിടെ നിലവിലുള്ള ബാത്റൂമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തകിട് വെട്ടുകൊണ്ട് ഞങ്ങൾ തന്നെ തട്ടിക്കൂടിയിട്ടുള്ളൊരു ബാത്റൂമാണ്. ഈ ബാത്റൂമിൽ ഇപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് ദിനം പ്രതി ഇവിടെ പാമ്പിനെ കണ്ടുകൊണ്ടിരിക്കുക. ഈ പുലർച്ചെ 4:45-നും 5 മണിക്കൊക്കെ ഇവിടെ പ്രാക്ടീസിന് വരുന്ന കുട്ടികളൊക്കെ പോകുമ്പോൾ അപകടങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് ഡ്രൈവിംഗ് സ്കൂളുകാർ ചേർന്ന് സ്ഥാപിച്ച ഒരു തകരപ്പെട്ടിയാണ് ഇപ്പോൾ താൽക്കാലിക ശുചിമുറിയായി ഉപയോഗിക്കുന്നത്. ഇതാകട്ടെ ശോചനീയാവസ്ഥയിലാണെന്ന് മാത്രമല്ല, ഇഴജന്തുക്കളുടെ ആവാസ കേന്ദ്രമായും മാറി. ഇപ്പോൾ ഈ തണിയിൽ ടെസ്റ്റ് തുടങ്ങിയതിന് ശേഷം ഞങ്ങൾ ഇവിടുത്തെ ഡ്രൈവിംഗ് സ്കൂളുകാരെ എല്ലാവരും കൂടി ചേർന്നിട്ട്, അതായത് യാതൊരു വിധത്തിലുള്ള അധികാരങ്ങൾ ഇല്ലാതെ ഞങ്ങൾ ഉണ്ടാക്കിയ ഒരു ബാത്റൂമാണ് ഈ അത്താണി ടെസ്റ്റ് ഗ്രൗണ്ടിലെ ആകെയുള്ള ഒരു ബാത്റൂമാണ്. അനവധി സ്ത്രീകളും കുട്ടികളും പെൺകുട്ടികളും ഇവിടെ ടെസ്റ്റിന് വരുന്നുണ്ട്. അപ്പോൾ അത് വളരെ പരിതാപകരമായിട്ടുള്ള ഒരു രീതിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഈ ബാത്റൂം ഇവിടെ നിൽക്കുന്നത്. ഇത് ഈ സൗകര്യങ്ങളിൽ നിന്ന് വിട്ടിട്ട് നല്ല രീതിയിലുള്ള ഒരു സൗകര്യം ഒരുക്കേണ്ടത് വളരെ അത്യന്താപേക്ഷിതമാണ്. പുലർച്ചെ 5:30 അല്ലെങ്കിൽ 5:45, 6 മണിക്ക് തൊട്ട് ഇവിടെ കുട്ടികൾ പ്രാക്ടീസിന് വന്നു തുടങ്ങും. ആ സമയത്ത് ഇവിടെ വരുമ്പോൾ അവിടെ ഒരു വടി എടുക്കുന്നുണ്ട്. ആ വടി ഇട്ടിട്ട് തട്ടി നോക്കണം. കാരണം ഇവിടെ ഇഴജന്തുക്കൾ, പാമ്പ് ഒക്കെ ഉണ്ടാവാറ് പതിവുണ്ട്. അതൊക്കെ ഒന്ന് കഴിഞ്ഞിട്ടാണ് അതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റുള്ളൂ. അങ്ങനത്തെ ഒരു വളരെ ശോചനീയമായിട്ടുള്ള അവസ്ഥയാണ് നമ്മുടെ ഈ അത്താണി ടെസ്റ്റ് ഗ്രൗണ്ടിലുള്ളത്. അത്താണി ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ടിൽ പലയിടത്തും പുല്ലുകൾ വളർന്നതോടെ പുലർച്ചെ മുതൽ പരിശീലനത്തിനെത്തുന്ന ഡ്രൈവിംഗ് വിദ്യാർത്ഥികൾ ഇഴജന്തുക്കളെ പേടിച്ചു വേണം ഇവിടേക്കെത്താൻ. അത്താണി ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ടിൽ എത്തുന്നവർക്ക് ശങ്ക തീർക്കണമെങ്കിൽ ആശങ്കപ്പെടേണ്ട സ്ഥിതിയാണ്. പെൺകുട്ടികളടക്കം നിരവധി പേരെത്തുന്ന ഇവിടെ നല്ലൊരു ബാത്റൂം സൗകര്യം ഒരുക്കണം എന്നതാണ് ഇവരുടെ ആവശ്യം. ക്യാമറമാൻ ഷിബി പോട്ടൂരിനോടൊപ്പം ശ്രീകേഷ് വെള്ളാനിക്കര, TCV ന്യൂസ്. തൃശൂർ പാലക്കാട് ദേശീയപാത കല്ലിടുക്ക് മുതൽ ചുവന്ന മണ്ണ് വരെ വൻ ഗതാഗത കുരുക്ക്. മുടിക്കോട്, വാണിയമ്പാറ എന്നിവിടങ്ങളിലെ അടിപ്പാത നിർമ്മാണവും സർവീസ് റോഡുകളുടെ വീതി കുറവുമാണ് ഗതാഗത കുരുക്കിന് ഇടയാക്കുന്നത്. ദേശീയപാതയിൽ അറ്റകുറ്റപ്പണി അടിയന്തരമായി നടത്തി ഗതാഗത സൗകര്യമൊരുക്കണമെന്ന് യാത്രക്കാർ ആവശ്യപ്പെട്ടു. അടിയന്തര ആവശ്യത്തിന് പോകുന്ന ആംബുലൻസുകൾ അടക്കമുള്ള വാഹനങ്ങൾ മണിക്കൂറുകളോളം ഗതാഗത കുരുക്കിൽപ്പെടുന്ന അവസ്ഥയാണ്. നവീകരിച്ച മാസങ്ങൾക്കുള്ളിൽ തകർന്ന പാഴായി പാറമേൽപ്പടി മായന്നൂർ റോഡിൽ പൈപ്പ് ലൈൻ പൊട്ടി കുടിവെള്ളം പാഴാകുന്നു. കായാമ്പൂവം മുതൽ മായന്നൂർ വരെയാണ് ഏതാനും മാസങ്ങൾക്ക് മുൻപ് റോഡിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ PWD നടത്തിയത്. ഇപ്പോൾ പാറമേൽപ്പടിയിൽ നിന്നും മായന്നൂർ ഭാഗത്തേക്കുള്ള പ്രധാന പാതയിൽ പലയിടങ്ങളിലും വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള പൈപ്പ് ലൈൻ പൊട്ടി റോഡ് തകർന്നിരിക്കുകയാണ്. മായന്നൂർ കാവുവട്ടം പരിസരത്താണ് പ്രധാനമായും റോഡിൽ കുടിവെള്ള പൈപ്പ് ലൈൻ തകർന്ന് വെള്ളം പാഴാകുന്നത്. നിലവിലെ സ്ഥിതിയിൽ വാഹനയാത്രക്കാർക്ക് അപകട സാധ്യത ഏറെയാണ്. മായന്നൂർ ഭാഗത്തൂടെ റോഡ് കൂടെ പോകാൻ പറ്റില്ല, വണ്ടി ഓടിച്ച് പോകാൻ പറ്റില്ല. 24 മണിക്കൂർ ഈ പൈപ്പ് പൊട്ടിയിട്ടുണ്ടായിരുന്നു. എത്ര മാത്രം വെള്ളം പോകണമെന്ന് അറിയും. നമുക്ക് കാണുമ്പോൾ സങ്കടം വരിക. കാരണം ഒരു മീറ്റർ വിട്ട് അപ്പുറത്ത് പൊട്ടി. ഈ പൈപ്പ് നേരാക്കുന്നത് ശരിയാവുന്നില്ല. അതിന് ഈ പഞ്ചായത്ത് നടപടി എടുക്കണമെന്ന് പറയുള്ളൂ. നമുക്ക് പതിറ്റാണ്ടുകളോളം കാത്തിരുന്നിട്ടാണ് ഒരു നല്ല റോഡ് ഇപ്പോൾ ഞങ്ങൾക്ക് സാധ്യമായിട്ടുള്ളത്. ആ റോഡിൽ പല സ്ഥലങ്ങളിലും ഇപ്പോൾ വലിയ ഗർത്തങ്ങൾ രൂപപ്പെട്ടിരിക്കുകയാണ്. അതിൻ്റെ കാരണം വാട്ടർ അതോറിറ്റിയുടെ വിവിധ സ്ഥലങ്ങളിൽ പൈപ്പിൽ വെള്ളം പൊട്ടി ആ റോഡ് ഗർത്തങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ട്. ഇവിടുത്തെ ജനങ്ങളുടെ കുടിവെള്ളക്ഷാമം കൂടി വരുന്ന ഒരു നാടാണ് ഈ കൊണ്ടാഴി. അപ്പോൾ ഈ PWDയും അതേപോലെ വാട്ടർ അതോറിറ്റിയും അത് അധികാരപ്പെട്ട ആളുകൾ ശ്രദ്ധിക്കണം, എത്രയും പെട്ടെന്ന് അത് പരിഹരിക്കണം എന്നാണ് ആവശ്യപ്പെടുന്നത്. പ്രശ്നത്തിൽ പഞ്ചായത്ത് അധികൃതർ ഉടൻ ഇടപെടണമെന്നാവശ്യപ്പെട്ട് സമരത്തിനൊരുങ്ങുകയാണ് നാട്ടുകാർ. TCV ന്യൂസ്, തിരുവില്ലാമല. ലോക രക്തദാതാ ദിനത്തിന്റെ ഭാഗമായി തൃശൂർ IMA ബ്ലഡ് ബാങ്കിന്റെ നേതൃത്വത്തിൽ രക്തദാതാ ദിനാചരണം നടത്തി. രാമവർമ്മപുരം IMA ബ്ലഡ് ബാങ്കിൽ നടന്ന രക്തദാനം തൃശൂർ കോർപ്പറേഷൻ മേയർ MK വർഗീസ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ക്രൈംബ്രാഞ്ച് ACP Y നിസാമുദ്ദീൻ, തൃശൂർ ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുഹമ്മദ് അബ്ദുൽ റഹ്മാൻ സന്നദ്ധ രക്തദാതാക്കളെ ആദരിച്ചു. ഡോക്ടർ ജോസഫ് ജോർജ്, ഡോക്ടർ P ഗോപികുമാർ, ഡോക്ടർ ബേബി തോമസ്, ഡോക്ടർ SM ബാലഗോപാലൻ തുടങ്ങിയവർ സംസാരിച്ചു.
8ാമത് TMC ഗ്രാമ്യ വിദ്യാഭ്യാസ പുരസ്കാര സമർപ്പണം നാളെ നടക്കും. തൃപ്രയാർ കിഴക്കേ നട കോർണിഷ് കൺവെൻഷൻ സെന്ററിൽ ഉച്ചയ്ക്ക് 2-ന് നടക്കുന്ന ചടങ്ങ് റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്യും. COA സംസ്ഥാന ജനറൽ സെക്രട്ടറി PB സുരേഷ് അധ്യക്ഷത വഹിക്കും. സൌജന്യ ബ്രോഡ്ബാൻഡ് പദ്ധതി CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്യും. SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കൽ COA സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ നിർവഹിക്കും. കൊടുങ്ങല്ലൂർ TKS പുരത്ത് പ്രവർത്തിക്കുന്ന മാലിന്യ സംസ്കരണ പ്ലാന്റിൽ പുതിയതായി സ്ഥാപിക്കുന്ന ഇൻസിനറേറ്ററിന്റെ നിർമ്മാണം നിർത്തിവെക്കാൻ ധാരണയായി. ഇൻസിനറേറ്റർ സ്ഥാപിക്കുന്നതിനെതിരെ വാർഡ് കൌൺസിലർ VM ജോണിയുടെ നേതൃത്വത്തിൽ നാട്ടുകാർ സമരം ആരംഭിച്ചിരുന്നു. തുടർന്ന് നഗരസഭാ ചെയർപേഴ്സൺ TK ഗീത വിളിച്ചു ചേർത്ത യോഗത്തിലാണ് നിർമ്മാണം നിർത്തിവെക്കാൻ തീരുമാനിച്ചത്. ഇൻസിനറേറ്റർ മാറ്റി സ്ഥാപിക്കണമെന്ന ആവശ്യം നഗരസഭാ കൌൺസിൽ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കാനും യോഗത്തിൽ തീരുമാനമായി. നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് VS ദിനൽ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ LC പോൾ, KS കൈസാബ്, വാർഡ് കൌൺസിലർ VM ജോണി, സമരസമിതി ഭാരവാഹികളായ ജോൺസൺ വാളൂർ, പവിൻ വർഗീസ് തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു. മതിലകം പോളക്കുളത്തിനോട് ചേർന്ന് നിർമ്മിച്ച വയോജന പാർക്ക് നാടിന് സമർപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ ഉദ്ഘാടനം നിർവഹിച്ചു. ജോർജ് മോറോലി, NJ സിലമോൾ, MK ജ്യോതിഷ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TS രാജു തുടങ്ങിയവർ പങ്കെടുത്തു. അത്യന്തം അപകടകരമായ ലോക സാഹചര്യങ്ങളിലൂടെയാണ് നാം കടന്നുപോകുന്നതെന്ന് ഇടത് ചിന്തകൻ പ്രഭാത് പട്നായിക്. ജനാധിപത്യം ശക്തിപ്പെടുത്തി മാത്രമേ മുതലാളിത്ത ശക്തികളെ നേരിടാനാകൂവെന്നും അദ്ദേഹം പറഞ്ഞു. തൃശൂരിൽ EMS സ്മൃതിയോടനുബന്ധിച്ചുള്ള സെമിനാറിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആഗോള താപനവും കാലാവസ്ഥാ വ്യതിയാനവും എന്ന വിഷയത്തിൽ ഡോക്ടർ S. അഭിലാഷ് പ്രബന്ധം അവതരിപ്പിച്ചു. with German industry to promote the Germans want the world broken up into the working class, a weakening of resistance, a prior weakening of resistance. In fact, the ഇടവേള. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് #1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തയിലേക്ക്. ഇരിങ്ങാലക്കുട കാട്ടൂർ വഴി തൃപ്രയാറിലേക്ക് സർവീസ് നടത്തുന്ന ബസ് ഉടമകൾ തമ്മിലുള്ള തർക്കത്തിന് പരിഹാരമാകുന്നു. RTO ജയേഷ് കുമാറിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം ബസ് ഉടമകളുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് സമയത്തെ ചൊല്ലിയുള്ള തർക്കത്തിന് താൽക്കാലിക പരിഹാരമായത്. ഏറെ നാളായി ഈ റൂട്ടിൽ സമയത്തെ ചൊല്ലി ബസ് ഉടമകളും ജീവനക്കാരും നിരന്തരം തർക്കമുണ്ടായിരുന്നു. ഇതേ തുടർന്ന് ഗതാഗത വകുപ്പ് മന്ത്രി അടക്കമുള്ളവർ പ്രശ്നത്തിലിടപെടുകയും സമയക്രമം പാലിക്കാനായി കർശന നടപടി സ്വീകരിക്കാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തു. തുടർന്ന് ഈ റൂട്ടിൽ ഉദ്യോഗസ്ഥർ സമയക്രമം നിശ്ചയിച്ചു നൽകി. എന്നാൽ ചില ബസ് ഉടമകളും ജീവനക്കാരും ഇത് പാലിക്കാൻ തയ്യാറായില്ല. ഇതേ തുടർന്നാണ് RTO ബസ് ഉടമകളുടെ പ്രത്യേക യോഗം ചേർന്നത്. കാട്ടൂർ മുതൽ താണേശ്വരി വരെ ബസ്സുകൾക്ക് സഞ്ചരിക്കാൻ 11 മിനിറ്റായി യോഗത്തിൽ നിശ്ചയിച്ചു. കൂടാതെ ഈ റൂട്ടിലോടുന്ന എല്ലാ ബസ്സുകൾക്കും സഞ്ചാര സമയം 3 മിനിറ്റോളം കുറയ്ക്കുകയും ചെയ്തു. എൻഫോഴ്സ്മെന്റ് ഇൻസ്പെക്ടർ PV ബിജു ജില്ലാ ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷനെ പ്രതിനിധീകരിച്ച് ജില്ലാ വൈസ് പ്രസിഡന്റ് അബ്ദുൾ കരീം, ജില്ലാ ജോയിന്റ് സെക്രട്ടറി KN സന്ദീപ്, ഇരിങ്ങാലക്കുട മേഖലാ സെക്രട്ടറി സജീവൻ മേനോൻ, CP രാജു എന്നിവരും യോഗത്തിൽ പങ്കെടുത്തു. TCV ന്യൂസ്, ഇരിങ്ങാലക്കുട. പാവറട്ടി കോഴിത്തോട് വൃത്തിയാക്കാത്തത് മൂലം പ്രദേശവാസികൾ ദുരിതത്തിൽ. മഴക്കാല പൂർവ്വ ശുചീകരണം നടത്താത്തത് മൂലം പുല്ലും പാഴ്മരങ്ങളും മാലിന്യങ്ങളും നിറഞ്ഞ് സ്വാഭാവിക ഒഴുക്ക് തടസ്സപ്പെട്ട നിലയിലാണ് കോഴിത്തോട്. ഇതേ തുടർന്ന് നാട്ടുകാരുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം നടത്തി. പ്രദേശവാസികളായ സാംസൺ ചിരിയങ്കണ്ടത്ത്, OM ഫ്രാൻസിസ്, KA അർജുനൻ, AA ലിൻറ്റൺ, PM റോയ് എന്നിവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി.
ഗുജറാത്തിലെ വിമാന അപകടത്തിൽ മരണപ്പെട്ടവർക്ക് കോൺഗ്രസ് എരുമപ്പെട്ടി മണ്ഡലം കമ്മിറ്റി മെഴുകുതിരി തെളിയിച്ച് ആദരാഞ്ജലി അർപ്പിച്ചു. കടങ്ങോട് റോഡ് ജംഗ്ഷനിൽ നടന്ന ചടങ്ങ് UDF കുന്നംകുളം നിയോജകമണ്ഡലം കമ്മിറ്റി കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് MM നിശാന്ത് അധ്യക്ഷനായി. PS സുനീഷ്, NK കബീർ, രഘു കരിയന്നൂർ, MC ഐജു, അജു നെല്ലിവായ്, റീന വർഗീസ്, PH റസാഖ്, AU മനാഫ് എന്നിവർ നേതൃത്വം നൽകി. ക്യാൻസർ രോഗിയായ വീട്ടമ്മ ചികിത്സയ്ക്കായി സുമനസ്സുകളുടെ സഹായം തേടുന്നു. വടക്കാഞ്ചേരി KP കുന്ന തടത്തിലകത്ത് വീട്ടിൽ ആയിഷയാണ് ശസ്ത്രക്രിയയ്ക്കും ചികിത്സയ്ക്കും സഹായം തേടുന്നത്. കിഡ്നിക്ക് മുകളിലായി രൂപപ്പെട്ട 2 മുഴകൾ നീക്കം ചെയ്യുവാൻ അടിയന്തര ശസ്ത്രക്രിയ വേണമെന്നാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുള്ളത്. 3 വർഷം മുൻപ് ഭർത്താവ് മരണപ്പെട്ട ആയിഷയുടെ മകൻ സനിലിന്റെ തുച്ഛമായ വരുമാനമാണ് കുടുംബത്തിന്റെ ഏക ആശ്രയം. ഇതിനകം തന്നെ 6 ശസ്ത്രക്രിയ ആയിഷയ്ക്ക് നടത്തിക്കഴിഞ്ഞു. 8 വർഷം മുൻപാണ് ആയിഷയ്ക്ക് രോഗം പിടിപെടുന്നത്. തൊണ്ടയിൽ രൂപപ്പെട്ട മുഴ ഓട്ടുപാറയിൽ ശസ്ത്രക്രിയ നടത്തി പുറത്തെടുത്തിരുന്നു. ഇതിൽ നടത്തിയ പരിശോധനയിലാണ് ക്യാൻസർ സ്ഥിരീകരിച്ചത്. ഇതേ തുടർന്ന് തൃശൂർ മെഡിക്കൽ കോളേജിലും RCCയിലും ചികിത്സ തേടിയിരുന്നു. നിലവിൽ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലാണ് ചികിത്സയിലുള്ളത്. ഏകദേശം 2 ലക്ഷത്തോളം രൂപയാണ് ശസ്ത്രക്രിയയ്ക്കായി ചെലവ് പ്രതീക്ഷിക്കുന്നത്. ഇതുകൂടാതെ ഗർഭാശയത്തിലും ശ്വാസകോശത്തിലും മുഴകൾ രൂപപ്പെട്ടിട്ടുണ്ട്. ഇവയും ശസ്ത്രക്രിയയിലൂടെ എടുത്തുകളയണമെന്നാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നത്. ഷുഗർ ഉൾപ്പെടെ ഒട്ടനവധി ആരോഗ്യ പ്രശ്നങ്ങളാൽ ദുരിതമനുഭവിക്കുന്ന ആയിഷയ്ക്ക് മരുന്നിനും ചികിത്സയ്ക്കുമായി മാസം 5000-ഓളം രൂപ ചിലവ് വരുന്നുണ്ട്. മുൻപ് നടത്തിയ ശസ്ത്രക്രിയയെ തുടർന്ന് കഠിനമായ ജോലികൾ എടുക്കാൻ കഴിയാത്തതിനാൽ ആയിഷയ്ക്ക് കൂലിപ്പണിക്ക് പോലും പോകാൻ കഴിയില്ല. പരുത്തിപ്രയിലെ സന്നദ്ധ സംഘടന വഴി എല്ലാ മാസവും ലഭിക്കുന്ന ഭക്ഷ്യക്കിറ്റ് കൊണ്ടാണ് കുടുംബം പട്ടിണിയില്ലാതെ മുന്നോട്ടു പോകുന്നത്. SSLC പാസ്സായ 2ാമത്തെ മകൻ ഷാനിബ് സാമ്പത്തിക പ്രയാസത്തെ തുടർന്ന് പഠനം ഉപേക്ഷിക്കേണ്ട അവസ്ഥയിലാണ്. ശസ്ത്രക്രിയയ്ക്കും തുടർ ചികിത്സയ്ക്കും ആവശ്യമായ പണം സുമനസ്സുകളുടെ സഹായത്താൽ കണ്ടെത്താനാകുമെന്നാണ് കുടുംബത്തിന്റെ പ്രതീക്ഷ. എനിക്ക് 3 സർജറികൾ നടത്താനുണ്ട്. ഇത് ഫസ്റ്റിൽ നടത്തേണ്ടത് കിഡ്നിയുടെ മേലത്തെ മുഴകളാണ്. അതിൽ പോസിറ്റീവായിട്ടാണ് കാണാനുള്ളത്. അതിപ്പോൾ എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ കഴിച്ച് കളയണം. പിന്നെ ശ്വാസകോശത്തിൻ്റെ അവിടെ മുഴയുണ്ട്, ഗർഭപാത്രത്തിൽ മുഴകളുണ്ട്. ഇതൊക്കെ കഴിഞ്ഞിട്ട് ചെയ്യാമെന്നാണ് പറഞ്ഞേക്കണം. എല്ലാം കൊണ്ടും ബുദ്ധിമുട്ടും കഷ്ടപ്പാടാണ്. പിന്നെ ഈ മരുന്നിൻ്റെ കാര്യങ്ങളും വീട് ആധാരം പണയത്തിലാണ്, അതിലുഴക്കലും എല്ലാം കൊണ്ട് എത്തണില്ല. ആയിഷയെയും കുടുംബത്തെയും സഹായിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കാനറ ബാങ്ക് മുളങ്ങുന്നത്തുകാവ് ശാഖയിൽ ആയിഷയുടെ പേരിലുള്ള അക്കൗണ്ടിലേക്ക് പണം അയക്കാവുന്നതാണ്. ആയിഷ KH, അക്കൗണ്ട് നമ്പർ 1102 1931 5172. TCV ന്യൂസ്, വടക്കാഞ്ചേരി. ചാലക്കുടിയുടെ നീതിന്യായ തലപ്പത്ത് ഇപ്പോൾ വനിതാത്രയം. ചാലക്കുടിയിലെ 3 കോടതികളും നിലവിൽ നിയന്ത്രിക്കുന്നത് വനിതകൾ. ചാലക്കുടി ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതിയുടെ ചുമതല ഇപ്പോൾ വിവീജ സേതുമോഹനാണ്. നേരത്തെയുണ്ടായിരുന്ന പ്രിൻസിപ്പൽ ജില്ലാ ജഡ്ജി സിറാജുദ്ദീൻ സ്ഥലം മാറിപ്പോയിരുന്നു. ഇതേ തുടർന്ന് ഇരിങ്ങാലക്കുട ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ജഡ്ജായ വിവീജ സേതുമോഹന് തിങ്കൾ, ചൊവ്വ, ബുധൻ ദിവസങ്ങളിൽ ചാലക്കുടി കോടതിയുടെ അധിക ചുമതല നൽകി. മുൻസിഫായിരുന്ന MS ഷൈനി സ്ഥലം മാറിയപ്പോൾ ജൂനിയർ സിവിൽ ജഡ്ജായി പാർവതി വിജയനും ചാലക്കുടിയിലെത്തി. 1 വർഷം മുൻപാണ് മറ്റൊരു വനിതയായ VS സവിത ചാലക്കുടി മജിസ്ട്രേറ്റ് കോടതിയിൽ ചുമതലയേറ്റത്. കലാഭവൻ മണി പാർക്കിൽ ബാർ അസോസിയേഷൻ സംഘടിപ്പിച്ച വൃക്ഷത്തൈ നടീൽ ചടങ്ങിൽ മൂവരും ഒന്നിച്ചു പങ്കെടുത്തു. TCV ന്യൂസ്, ചാലക്കുടി. കൊടുങ്ങല്ലൂർ താലൂക്കിലെ ലൈബ്രറി കൌൺസിൽ അംഗങ്ങളായി തിരഞ്ഞെടുക്കപ്പെട്ട ഗ്രന്ഥശാല പ്രതിനിധികളുടെ സമ്മേളനം ശ്രീനാരായണപുരത്ത് നടന്നു. തൃശൂർ ജില്ലാ ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി TK ഹാരിഫ B ഉദ്ഘാടനം ചെയ്തു. താലൂക്ക് കൌൺസിൽ പ്രസിഡന്റ് MS മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി NS ജയൻ, രേഖ ലോഹിതാക്ഷൻ, സംസ്ഥാന കൌൺസിൽ അംഗം PN ദേവി പ്രസാദ്, UK സുരേഷ് കുമാർ, മുഷ്താഖ് അലി, ഉണ്ണി പിക്കാസോ, രതീഷ് രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. KSKTU അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയായിരുന്ന PK കുഞ്ഞച്ചന്റെ ചരമവാർഷികത്തിൽ മണലൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുസ്മരണം സംഘടിപ്പിച്ചു. KSKTU മണലൂർ ഏരിയ സെക്രട്ടറി PA രമേശൻ ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് KR ബാബുരാജ് അധ്യക്ഷനായി. ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം സിജി മോഹൻദാസ്, ജില്ലാ കമ്മിറ്റി അംഗം PK അരവിന്ദൻ, ഏരിയ ജോയിന്റ് സെക്രട്ടറി ജനാർദ്ദനൻ മണ്ണുമൽ, CA മുരളി തുടങ്ങിയവർ സംസാരിച്ചു.
പ്രായത്തെ മറികടന്ന് അവർ അവതരിപ്പിച്ച നൃത്താവതരണം കാണികളുടെ മനം കവർന്നു. 50-നും 70-നും ഇടയ്ക്ക് പ്രായമുള്ള 20 കലാകാരികളാണ് നൃത്ത അധ്യാപിക ഡോക്ടർ ചന്ദ്രികയുടെ നേതൃത്വത്തിൽ ഗുരുവായൂരിൽ നടന്ന നൃത്ത പരിപാടിയിൽ പങ്കെടുത്തത്. കലയോടുള്ള ആഭിമുഖ്യവും അധ്യാപികയുടെ പ്രോത്സാഹനവും പരിശീലനവുമാണ് പ്രായം മറന്നും നൃത്തം അവതരിപ്പിക്കാൻ പ്രേരിപ്പിച്ചതെന്ന് ഇവർ പറയുന്നു. അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ മരണമടഞ്ഞവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ച യൂത്ത് കോൺഗ്രസ് തെക്കങ്കര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മെഴുകുതിരികൾ തെളിയിച്ച് അനുശോചന പ്രാർത്ഥനാ സംഗമം നടത്തി. പുന്നമർമ്പ് സെന്ററിൽ നടന്ന അനുശോചന യോഗം DCC ജനറൽ സെക്രട്ടറി PJ രാജു ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് തെക്കങ്കര മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് അനീഷ് കണ്ടമാട്ടിൽ അധ്യക്ഷത വഹിച്ചു. തെക്കങ്കര പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് AR കൃഷ്ണൻകുട്ടി, K സന്ദീപ്, VJ ജമാൽ, VU നിസാർ തുടങ്ങിയവർ പങ്കെടുത്തു. പൊങ്ങണംകാട് സെന്റ് മേരീസ് ദേവാലയത്തിൽ വിശുദ്ധ അന്തോണീസിന്റെ തിരുനാൾ ആഘോഷിച്ചു. രാവിലെ നടന്ന ആഘോഷമായ ദിവ്യബലിക്ക് ഫാദർ ജോൺസൺ അന്തിക്കാട്, വികാരി ഫാദർ ജോബി ചുള്ളിക്കാടൻ, ഡീക്കൻ നിതിൻ താഴത്ത് എന്നിവർ നേതൃത്വം നൽകി. തിരുക്കർമ്മങ്ങൾക്ക് ശേഷം വികാരി ഫാദർ ജോബി ചുള്ളിക്കാടൻ നേർച്ച ഭക്ഷണം ആശീർവദിച്ചു. തുടർന്ന് നൊവേന, പ്രദക്ഷിണം എന്നിവ നടന്നു. കൈക്കാരന്മാരായ ജോഷി ചെറുമഠം, ജോഷി വടക്കൂട്ട്, ജോഷി മാരിപ്പുറത്ത് എന്നിവർ നേതൃത്വം നൽകി. എളവള്ളി സെന്റ് ആനീസ് പള്ളിയിലെ ഊട്ടുതിരുനാൾ ഭക്തിസാന്ദ്രമായി. തിരുനാൾ ദിവ്യബലിക്ക് ഫാദർ മെൽവിൻ ചൊവ്വലു മുഖ്യകാർമ്മികനായി. ഫാദർ ലിവിൻ കുരുതുകുളങ്ങര തിരുനാൾ സന്ദേശം നൽകി. പാരിഷ് ഹാളിൽ നടന്ന നേർച്ചയൂട്ടിന്റെ ആശീർവാദം വികാരി ഫാദർ ഫ്രാങ്ക്ലിൻ കണ്ണനായിക്കൽ നിർവഹിച്ചു. ബാലഗോകുലം ഇരിങ്ങാലക്കുട ജില്ലാ സമ്മേളനം ഞായറാഴ്ച തൃപ്രയാറിൽ നടക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ അറിയിച്ചു. കലാപ്രതിഭ പൗർണമിലാൽ ഉദ്ഘാടനം നിർവഹിക്കും. കലാപ്രതിഭ പൗർണമിലാൽ ഉദ്ഘാടനം നിർവഹിക്കും. ബാലഗോകുലം ജില്ലാ അധ്യക്ഷൻ PI സ്വാമിനാഥൻ, ബാലഗോകുലം ഉത്തരമേഖലാ സെക്രട്ടറി NV പ്രജിത്ത്, തൃപ്രയാർ കപിലാശ്രമ മഠാധിപതി സ്വാമി തേജസ് സ്വരൂപാനന്ദ സരസ്വതി എന്നിവർ പങ്കെടുക്കും. സമ്മേളനത്തിന്റെ ഭാഗമായി SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ അംഗങ്ങളെ ആദരിക്കും. ജില്ലാ സെക്രട്ടറി KS സുനിൽകുമാർ, താലൂക്ക് സെക്രട്ടറി വിജയൻ നമ്പിക്കടവ്, സ്വാഗത സംഘം ചെയർമാൻ ദിനേശ് രാജ, ബാലസമിതി അധ്യക്ഷൻ TS സലജ് കൃഷ്ണ, കാര്യദർശി CS മാളവിക എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ബാലവേദി പുല്ലൂറ്റ് നോർത്ത് ലോക്കൽ കമ്മിറ്റി പ്രവർത്തക ക്യാമ്പ് നടന്നു. അഡ്വക്കേറ്റ് VR സുനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. സുമാ രവി അധ്യക്ഷയായി. ജില്ലാ ബാലവേദി സംഘാടക സമിതി ചെയർമാൻ ഷാജി കാക്കശ്ശേരി, NR രമേശ് ബാബു, CK രാമനാഥൻ, VB രതീഷ്, സുമാ ശിവൻ തുടങ്ങിയവർ സംസാരിച്ചു. വരടിയം GUP സ്കൂളിൽ കളിയും ചിരിയും ഇത്തിരി കാര്യവും എന്ന വിഷയത്തിൽ ക്ലാസ് നടന്നു. ഷെർപ്പ CNN സ്കൂളിലെ മലയാളം അധ്യാപകനും കലാകാരനുമായ ബിജിൻ കൃഷ്ണ ക്ലാസ് എടുത്തു. മാജിക് ഷോയും ഉണ്ടായിരുന്നു. ഹെഡ് മിസ്ട്രസ് റഹ്മത്ത്, SRG കൺവീനർ സുനിത കുമാരി, അധ്യാപിക മിഷേല എന്നിവർ സംസാരിച്ചു. വാടാനപ്പള്ളി മർച്ചന്റ് അസോസിയേഷൻ സുവർണ ജൂബിലി ആഘോഷവും കുടുംബസംഗമവും ഞായറാഴ്ച വാടാനപ്പള്ളി ധന്യ റിസോർട്ടിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. സുവർണ ജൂബിലി ആഘോഷങ്ങളുടെയും കുടുംബസംഗമത്തിന്റെയും ഉദ്ഘാടനം മന്ത്രി K രാജൻ നിർവഹിക്കും. മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് A അബ്ദുൾ ജബ്ബാർ, വൈസ് പ്രസിഡന്റ് KG കൃഷ്ണമൂർത്തി, ജനറൽ സെക്രട്ടറി VR അരുണൻ, ട്രഷറർ PA മൊയ്തീൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കൊണ്ടാഴി കുത്താമ്പുള്ളി പാല നിർമ്മാണം അവസാന ഘട്ടത്തിലേക്ക്. ഗായത്രി പുഴയും ഭാരതപ്പുഴയും സംഗമിക്കുന്നതിനടുത്താണ് കൊണ്ടാഴി കുത്താമ്പുള്ളി പാലത്തിന്റെ നിർമ്മാണം. കൊണ്ടാഴി പഞ്ചായത്തിലെ കൊണ്ടാഴി വില്ലേജിനെയും തിരുവില്ലാമല പഞ്ചായത്തിലെ കണിയാർക്കോട് വില്ലേജിനെയും ബന്ധിപ്പിച്ചുകൊണ്ട് ഗായത്രി പുഴയ്ക്ക് കുറുകെയാണ് പാലം വരുന്നത്. കിഫ്ബി പദ്ധതിയിൽ സ്ഥലമേറ്റെടുക്കൽ ഉൾപ്പെടെ 33.14 കോടി രൂപയാണ് അനുവദിച്ചത്. ആകെ 3 പാലങ്ങളാണ് പദ്ധതിയിലുള്ളത്. യുവാർ പ്രദീപ് MLA ആയിരിക്കുമ്പോൾ 2017-18 കാലഘട്ടത്തിലാണ് കിഫ്ബിയിൽ നിന്ന് 19 കോടി രൂപ അനുവദിക്കുകയും ടെൻഡർ നടപടികൾ ആരംഭിക്കുകയും ചെയ്തത്. പിന്നീട് K രാധാകൃഷ്ണൻ മന്ത്രിയായിരുന്നപ്പോൾ നടപടികൾ കൂടുതൽ വേഗത്തിലാക്കി. 1.6069 ഹെക്ടർ ഭൂമിയാണ് പാലത്തിനായി ഏറ്റെടുത്തത്.
നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ 6.27 കോടി രൂപ നഷ്ടപരിഹാര തുകയും നൽകി. നിലവിൽ പാലങ്ങളുടെ ഇരുഭാഗത്തെയും റോഡിൽ ആദ്യഘട്ടത്തിലെ DBM ടാറിംഗ് നടത്തി. 194 മീറ്റർ നീളമുള്ള പാലത്തിന് മുകളിലുള്ള പാലത്തിന്റെയും മൈനർ കനാൽ പാലത്തിന്റെ നിർമ്മാണം ആദ്യഘട്ടത്തിൽ പൂർത്തീകരിച്ചു. കൈത്തറി ഗ്രാമം എന്നറിയപ്പെടുന്ന കുത്താമ്പള്ളിക്കാരുടെ സ്വപ്ന പദ്ധതിയായ പാലം 2 മാസത്തിനുള്ളിൽ പൂർത്തീകരിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് അധികൃതർ. തിരുവില്ലാമല. ഇരുവരുകളും തകരാറിലായി ചികിത്സ തുടരുന്ന പാഴിയോട്ടുമുറി കുന്നത്തുപുരയ്ക്കൽ സുനിലിനും കുടുംബത്തിനും നാടിന്റെ കൈത്താങ്ങ്. എരുമപ്പെട്ടി നാടിനും നാട്ടുകാർക്കും വേണ്ടി എന്ന വാട്സ്ആപ്പ് കൂട്ടായ്മയാണ് ലോട്ടറി തട്ട് നൽകി ഉപജീവനത്തിന് വഴിയൊരുക്കിയത്. കടങ്ങോട് പഞ്ചായത്തിലെ 7-ാം വാർഡിലെ താമസക്കാരനായ സുനിൽ വർഷങ്ങളോളമായി വൃക്ക രോഗത്തിന് ചികിത്സയിലാണ്. ഒന്നിടവിട്ട ദിവസങ്ങളിൽ ഡയാലിസിസ് നടത്തിയും ആഴ്ചയിൽ 2 തവണ രക്തം മാറ്റിയുമാണ് ജീവൻ നിലനിർത്തുന്നത്. ഇതിന് ആഴ്ചയിൽ 6400 രൂപ ചിലവ് വരുന്നുണ്ട്. വൃക്ക മാറ്റിവെക്കാൻ 24 ലക്ഷം രൂപയാണ് ചിലവ് പ്രതീക്ഷിക്കുന്നത്. നിർധന കുടുംബമായതിനാൽ മരുന്ന് വാങ്ങുന്നതിനും വീട്ടുചിലവിനും വലിയ പ്രയാസം നേരിടുകയാണ്. എൻ്റെ കിഡ്നി ഫെയിലിയറായിട്ട് ഞാൻ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നാടിനും നാട്ടുകാർക്കും വന്ന കൂട്ടായ്മ വന്ന് ശ്രീകാന്തേട്ടനും ജോസേട്ടനും വന്നിട്ടാണ് അവർ ഈ സംരംഭം വന്നപ്പോൾ അത് ചെയ്യാൻ ഞാൻ തയ്യാറാണ്. എല്ലാവരും ഇതൊന്നും ഒരു ലോട്ടറി എടുത്ത് എന്നാലേ എൻ്റെ ജീവിതം മുന്നോട്ട് പോകുള്ളൂ. എല്ലാവരും സഹകരിക്കണം. ഈ സാഹചര്യത്തിലാണ് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന എരുമപ്പെട്ടി നാടിനും നാട്ടുകാർക്കും എന്ന കൂട്ടായ്മ ഉപജീവനത്തിനായി ലോട്ടറി തട്ട് നൽകിയത്. കൂട്ടായ്മ കോർഡിനേറ്റർ ജോയ്സൺ പുലിക്കോട്ടിൽ ലോട്ടറി തട്ട് സുനിലിനെ കൈമാറി. ആളുടെ അവസ്ഥ ഭയങ്കര വിഷമമുള്ള ഒരു അവസ്ഥയായിരുന്നു. 2 ദിവസം മുമ്പ് ഡയാലിസിസ് ആണ്. പിന്നെ അത് ബ്ലഡ് ശുദ്ധീകരിക്കുന്ന ആഴ്ചയിൽ 1000 രൂപ വെച്ചിട്ട് 2 പ്രാവശ്യം ആഴ്ചയിൽ ബ്ലഡ് ശുദ്ധീകരിക്കണം, അതും വേണം. അങ്ങനെ അത്രയും വിഷമമുള്ള ഒരു അവസ്ഥയാണ്. അപ്പോഴാണ് നമ്മൾ അവരുടെ വീട്ടിൽ പോയി ഇങ്ങനെ കാര്യങ്ങൾ കണ്ടപ്പോൾ ആൾക്കൊരു ലോട്ടറിയുടെ തട്ടിടാന്നുള്ളൊരു പരിപാടി ഞങ്ങൾ വിചാരിച്ച്. അങ്ങനെയാണ് ഇപ്പോൾ നമ്മളിപ്പോൾ ഔട്ടുമുറിയിൽ ഇത് ഇട്ടിട്ടുള്ളത് ആളെ. അപ്പോൾ എല്ലാവരും ആളെന്നെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ ആൾക്ക് കിഡ്നി മാറ്റിക്കാൻ ആളുണ്ട്, ഇതൊക്കെ ഉണ്ട്. അതിലിപ്പോൾ എല്ലാവരും കൂടി പിരിച്ചിട്ടൊക്കെ ഒരു 11 ലക്ഷം ആയിട്ടുണ്ട്. എല്ലാവരും ഇനി ഒന്നും കൂടി വിചാരിച്ചാൽ ആളെന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. സുനിലിനെ സഹായിക്കാൻ താല്പര്യമുള്ളവർ സുനിലിന്റെയും ഭാര്യ രജിതയുടെയും പേരിലുള്ള ഈ അക്കൗണ്ട് നമ്പറിലോ ഗൂഗിൾ പേ നമ്പറുകളിലോ സഹായം അയക്കാവുന്നതാണ്. TCV എരുമപ്പെട്ടി. ലോക രക്തദാന ദിനത്തോടനുബന്ധിച്ച് തൃശൂർ അശ്വിനി ആശുപത്രിയും അശ്വിനി നഴ്സിംഗ് കോളേജ് നാഷണൽ സർവീസ് സ്കീം യൂണിറ്റുകളുടെ ആഭിമുഖ്യത്തിൽ രക്തദാന ക്യാമ്പ് നടത്തി. അശ്വിനി ആശുപത്രി ചെയർമാൻ പ്രദീപ് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മാനേജിംഗ് ഡയറക്ടർ KK സുഗതൻ, വൈസ് ചെയർമാൻ MU ഉണ്ണികൃഷ്ണൻ, ജനറൽ മാനേജർ PK രാജു, ബ്ലഡ് ബാങ്ക് ഓഫീസർ ഡോക്ടർ രവീന്ദ്രനാഥ്, PRO സന്തോഷ് കോളഴി തുടങ്ങിയവർ പങ്കെടുത്തു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ സംസ്ഥാന പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട AP ജോസിന് മുല്ലശ്ശേരി ബ്ലോക്ക് കമ്മിറ്റി സ്വീകരണം നൽകി. സ്വീകരണ സമ്മേളനം മുരളി പെരുന്നലി MLA ഉദ്ഘാടനം ചെയ്തു. മുല്ലശ്ശേരി ബ്ലോക്ക് പ്രസിഡന്റ് RP റഷീദ് അധ്യക്ഷത വഹിച്ചു. KS ജോർജ്, VU ദാസൻ, KS പരമേശ്വരൻ, PS മോളി തുടങ്ങിയവർ സംസാരിച്ചു. കൊടകര മനക്കുളങ്ങര ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ 164ാമത് സൗജന്യ നേത്ര പരിശോധന തിമിര ശസ്ത്രക്രിയാ ക്യാമ്പ് ഞായറാഴ്ച സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കൊടകര GLP സ്കൂളിൽ രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 1 മണിവരെ നടക്കുന്ന ക്യാമ്പിൽ തിമിര രോഗമുള്ളതായി കണ്ടെത്തുന്നവർക്ക് സൗജന്യമായ ശസ്ത്രക്രിയ നടത്തിക്കൊടുക്കുമെന്ന് ഭാരവാഹികളായ P രാധാകൃഷ്ണൻ, അനിൽ വടക്കേടത്ത് എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വാണിജ്യം. അസറ്റ് ശബരിയുടെ തൃശൂരിലെ ഏറ്റവും പുതിയ റെസിഡൻഷ്യൽ പ്രൊജക്ടായ അസറ്റ് പവിത്രത്തിന്റെ എക്സ്പീരിയൻസ് സെന്റർ പൂങ്കുന്നത്ത് പ്രവർത്തനം ആരംഭിച്ചു. ആഘോഷങ്ങളുടെ നഗരമായ തൃശൂരിൽ അതിവേഗം വളരുന്ന പ്രകൃതി മനോഹരമായ പൂങ്കുന്നത്ത് ആധുനിക ജീവിതത്തിന്റെ മാതൃക സമ്മാനിക്കുന്ന അത്യാകർഷകമായ റെസിഡൻഷ്യൽ പ്രോജക്റ്റാണ് അസറ്റ് പവിത്രം. 17 നിലകളിലായി 2 and 3 BHK അപ്പാർട്ട്മെന്റുകളോടുകൂടിയ 93 യൂണിറ്റുകൾ അടങ്ങിയതാണ് അസറ്റ് പവിത്രം. ഇൻഡോർ ഗെയിമുകളുള്ള മൾട്ടി റിക്രിയേഷൻ ഹാള്, കുട്ടികളുടെ കളിസ്ഥലം, മിനി തിയേറ്റർ, ഓപ്പൺ ടെറസ് പാർട്ടി ഏരിയ, പ്രകൃതി സൗഹൃദവും വിശാലവുമായ നീന്തൽക്കുളം, എയർ കണ്ടീഷൻഡ് ഫിറ്റ്നസ് സെന്റർ, സംഗീത സാന്ദ്രമായ ലോബിയും പൊതുയിടങ്ങളും, സെൻട്രലൈസ്ഡ് ഗ്യാസ് സപ്ലൈ, ഗ്രിഡ് സോളാർ സിസ്റ്റം, കാർ പാർക്കിങ്ങുകളിൽ ഇലക്ട്രിക് വാഹന ചാർജിംഗ് സൗകര്യം, സുരക്ഷാ ക്യാമറകൾ തുടങ്ങി
നിരവധി അത്യാധുനിക സേവന സംവിധാനങ്ങളാണ് അസറ്റ് പവിത്രം വിഭാവനം ചെയ്യുന്നത്. ഇങ്ങനെ പൂരനഗരിയിൽ തലയെടുപ്പോടെ ഉയരുന്ന പ്രോജക്ടിന്റെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്നവർക്ക് സുരക്ഷയും ഗുണമേന്മയും ഉറപ്പുവരുത്തിയുള്ള നിർമ്മാണം മുതലുള്ള എല്ലാ കാര്യങ്ങളും വ്യക്തമാക്കി തരികയാണ് നിർദ്ദിഷ്ട പദ്ധതി സ്ഥലത്ത് ഒരുക്കിയിരിക്കുന്ന എക്സ്പീരിയൻസ് സെന്റർ. അസറ്റ് ശബരി പ്രോപ്പർട്ടീസ് പ്രൈവറ്റ് ലിമിറ്റഡ് ഡയറക്ടർ ശശികുമാർ നായർ, അസറ്റ് ഹോംസ് പ്രൈവറ്റ് ലിമിറ്റഡ് ഫൗണ്ടർ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ വി സുനിൽകുമാർ എന്നിവർ ചേർന്ന് എക്സ്പീരിയൻസ് സെന്ററിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. അസറ്റ് ശബരി പ്രോപ്പർട്ടീസ് ഡയറക്ടർ ടി ശ്രീനിവാസൻ, അസറ്റ് ഹോം സിഇഒ ടോണി ജോൺ, നോർത്ത് ബ്രാഞ്ച് ഓപ്പറേഷൻസ് ചീഫ് മാനേജർ ടി സന്തോഷ്, സിബിഒ ഗോകുൽപിള്ള എന്നിവർ സന്നിഹിതരായി. കൂടുതൽ വിവരങ്ങൾക്ക് 8943099999. സ്വർണം വെള്ളി പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 9,320 രൂപ, പവന് 74,560 രൂപ. വെള്ളി ഗ്രാമിന് 115 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 4,312 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. വാളയാർ ചാവടിയിൽ തൃശൂർ സ്വദേശിയുടെ കാർ തടഞ്ഞു നിർത്തി 1.5 കിലോ സ്വർണവും പണവും കവർന്നു. പാലക്കൽ ജ്വല്ലറി ഉടമ ജോയ്സൺ സഞ്ചരിച്ചിരുന്ന കാർ തടഞ്ഞു നിർത്തിയാണ് കവർച്ച നടത്തിയത്. ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ അനസ്തേഷ്യ നൽകിയതിനെ തുടർന്ന് യുവാവ് മരിച്ച സംഭവം അന്വേഷണത്തിന് ജില്ലാ കളക്ടർ ഉത്തരവിട്ടു. ഡിഎംഒയോട് അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശം. മൃതദേഹം ഏറ്റെടുക്കാതെ ബന്ധുക്കൾ. മാള അഷ്ടമിച്ചിറയിൽ 4 ആടുകൾ അജ്ഞാത ജീവി കടിച്ചുകൊന്നു. പുളിയിലക്കുന്ന് വെള്ളാനി ആനിയുടെ വീട്ടിലെ ആടുകളെയാണ് അജ്ഞാത ജീവി കടിച്ചുകൊന്നത്. ദേശീയപാത പുതുക്കാട് സിഗ്നലിൽ നിർത്തിയിട്ടിരുന്ന മിനി വാനിന് പുറകിൽ ലോറി ഇടിച്ചു കയറിയ അപകടം. കല്ലൂരിൽ അപകട വളവിൽ നിയന്ത്രണം വിട്ട കാർ കാനയിലേക്ക് മറിഞ്ഞു. ദേശമംഗലം തലശ്ശേരിയിൽ പാർസൽ വാഹനം മതിൽ ഇടിച്ചു മറിഞ്ഞു. ചേലക്കര ഇളനാട് വീണ്ടും കാട്ടാനിറങ്ങി വ്യാപക കൃഷിനാശം. വാഴകളും തെങ്ങുകളുമാണ് കാട്ടാനക്കൂട്ടം നശിപ്പിച്ചത്. സംസ്ഥാനത്ത് മഴ കനക്കുന്നു. തൃശൂരിൽ നിന്ന് ഓറഞ്ച് അലർട്ട്. മഴ കനത്തതോടെ ഗുരുവായൂരിൽ വെള്ളക്കെട്ട് രൂക്ഷമായി. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.